ഹൈ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് അഥവാ വൃത്തങ്ങളിലെ 4ാമത്തെ ഭാഗമാണ്. അതായത് ഈക്വൽ കോഡ്സ് അഥവാ തുല്യ ഞാണുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. അതിൽ പച്ച കളറിൽ രണ്ട് കോഡ്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കേന്ദ്രത്തിൽ നിന്നും ലംബമായിട്ട് ഞാണിലേക്കുള്ള ദൂരം വരച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഈ ഞാണുകൾ, ഈ കോഡുകൾ തുല്യമാണോ അല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ കേന്ദ്രത്തിന് O എന്ന് പേര് കൊടുത്തു. ഞാണുകൾക്ക് ഞാൻ പേര് കൊടുക്കുകയാണ്. ഫസ്റ്റ് കോഡ് AB-യും സെക്കൻഡ് കോഡ് CD-യും ആയിട്ട് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു, കേന്ദ്രത്തിൽ നിന്നും തുല്യ അകലത്തിലാണ് ഞാൻ ഈ കോഡ്സ് വരച്ചിരിക്കുന്നത്. അതായത് കേന്ദ്രത്തിൽ നിന്നും തുല്യ അകലത്തിൽ ഞാണുകൾ വരച്ചിട്ടുണ്ട്. ആ പോയിന്റുകൾക്ക് P എന്നും Q എന്നും പേര് കൊടുത്തു. അതായത് OP = OQ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ലംബ ദൂരമാണ്. അപ്പൊ ലംബം എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയാണ്. അപ്പൊ ആംഗിൾ Pയും ആംഗിൾ Qവും 90 ഡിഗ്രിയാണ്. പിന്നെ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ആരം തുല്യമാണ് അല്ലെ? ഒരു വൃത്തത്തിന്റെ ആരം എപ്പോഴും സെയിം ആണ്. ഞാൻ ഇവിടെ OAയും OCയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അവകൾ തുല്യമാണ്. കാരണം എന്താണ്? റേഡിയൈ ആണ്, ആരങ്ങളാണ് അല്ലെ? ആരങ്ങൾ തുല്യമാണല്ലോ ഏത് വൃത്തത്തിലും. അപ്പോൾ ഇവിടെ ഈ ഒരു 3 സംഗതികൾ വെച്ച്, അതായത് ഇത് 2 മട്ടത്രികോണങ്ങളാണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിലെ 2 വശങ്ങളാണ് OPയും OQയും തുല്യ വശങ്ങളാണ്. അതേപോലത്തെ രണ്ടാമത് തുല്യമായിട്ട് വരുന്ന വശങ്ങളാണ് OCയും OAയും. അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും. അതായത് എന്താ? ഈ 2 ത്രികോണങ്ങൾ എന്താകും? തുല്യ ത്രികോണങ്ങളാണ്. ഇവിടെ നമ്മൾ ഏതൊക്കെ ത്രികോണങ്ങളാണ് എടുത്തത്? ത്രികോണം AOPയും ത്രികോണം COQ ആണ് എടുത്തത്. ഈ 2 ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ പൈതഗോറസ് തത്വം വെച്ചിട്ട് നമുക്ക് അടുത്ത എഴുതാവുന്നത് എന്താണ്? മൂന്നാമത്തെ വശമായ APയും CQവും തുല്യമാണെന്ന് എഴുതാം. AP = CQ. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? കേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് വരയ്ക്കുന്ന വര, ലംബമായിട്ട് വരയ്ക്കുന്ന വര ഞാണിനെ സമഭാഗം ചെയ്യുന്നു. അതായത് സെന്ററിൽ നിന്നും കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെ അല്ലേ പോകത്തുള്ളൂ. അപ്പൊ APയും PBയും തുല്യമാണല്ലോ. അതേപോലെ CQവും QDയും തുല്യമാണ്. അതായത് APയുടെ ഇരട്ടിയാണ് എന്ത്? AB. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore AB = CD എന്ന് എഴുതാമല്ലോ. CQവിന്റെ ഇരട്ടിയാണ് CD. ക്ലിയർ ആയോ? അപ്പൊ AB = CD എന്ന് പറഞ്ഞാൽ എന്താ? therefore the chords are equal. ഞാണുകൾ തുല്യമാണെന്ന് കിട്ടിയില്ലേ? അതായത് കേന്ദ്രത്തിൽ നിന്നും തുല്യ അകലത്തിലുള്ള 2 ഞാണുകൾ അവ തുല്യമായിരിക്കും. സെന്ററിൽ നിന്നും സെയിം ഡിസ്റ്റൻസിൽ വരുന്ന 2 കോഡ്സിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇപ്പൊ പഠിച്ച എന്താണ്? സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ വരയ്ക്കുന്ന 2 കോഡുകൾ ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് പേജ് നമ്പർ 158 ചോദ്യങ്ങൾ ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു വൃത്തത്തിലെ ഒരേ നീളമുള്ള ഞാണുകളെല്ലാം കേന്ദ്രത്തിൽ നിന്നും ഒരേ അകലത്തിലാണ്. അപ്പൊ നമ്മൾ നേരത്തെ തെളിയിച്ചത് എന്താണ്? കേന്ദ്രത്തിൽ നിന്നും തുല്യ അകലത്തിലുള്ള ഞാണുകൾ തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചു. അതിന്റെ നേരെ വിപരീതമാണ് ഇവിടെ. അപ്പൊ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈക്വൽ കോഡ്സ് ആർ ഈക്വി ഡിസ്റ്റന്റ് ഫ്രം ദ സെന്റർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ കോഡ്സിന്, അതായത് ഞാണുകൾക്ക് AB എന്നും CD എന്നും പേര് കൊടുക്കുകയാണ്. സെന്ററിന് O എന്നും പേര് കൊടുത്തു. കേന്ദ്രത്തിന്
ഇനി ഇവിടെ ആരങ്ങൾ ഞാൻ വരയ്ക്കുകയാണ്. പിന്നെ നമുക്കറിയാവുന്ന അകലം പറയുമ്പോൾ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ദൂരമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്കിവിടെ എന്തെഴുതാം? ഒരേ നീളമുള്ള ഞാണുകളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ AB = CD നമുക്ക് എഴുതാം. ഇനി ഈ പോയിന്റിനെ P എന്നും ഇതിനെ Q എന്നും ഞാൻ എടുത്തു. നമുക്കറിയാവുന്ന കാര്യം എന്താണ്? സെൻട്രൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യത്തുള്ളൂ അല്ലെ. സെൻട്രൽ നിന്ന് മിഡ് പോയിന്റിലേക്കാണ് P വന്നിരിക്കുന്നത്. അപ്പോ APയും CQവും ഈക്വൽ ആയിരിക്കും. നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് എടുക്കുന്നത്. അപ്പൊ AP = CQ എന്ന് എഴുതാമല്ലോ, കാരണം അത് മിഡ് പോയിന്റ് ആണ്. ഇത് രണ്ടും തുല്യമായതുകൊണ്ട് അതിന്റെ പകുതിയും തുല്യമായിരിക്കും അല്ലെ. ഹാഫ് ഓഫ് AB ആണ് AP, ഹാഫ് ഓഫ് CD ആണ് CQ. ക്ലിയർ ആയല്ലോ. ഇനി നമുക്കറിയാവുന്നത് ആംഗിൾ Pയും ആംഗിൾ Qവും 90 ഡിഗ്രി ആണെന്നറിയാം, കാരണം ലംബമായിട്ടാണ് നമ്മൾ എപ്പോഴും ദൂരം എടുക്കുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിസ്റ്റൻസ് പറയുന്നത്. ഇനി നമുക്കറിയാവുന്ന റേഡിയസ് ആണ് OA = OC. അത് എന്താണ്? റേഡിയൈ ആണ്, ആരങ്ങളാണ്. അതുകൊണ്ട് അവയും തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് പൈതഗോറസ് തത്വം വെച്ചിട്ട് ഇത് 90 ഡിഗ്രി ആണ് രണ്ട് വശങ്ങൾ വെച്ചിട്ട്, അതായത് APയും CQവും തുല്യമാണ്, അതേപോലെ OCയും OAയും തുല്യമാണ്. അപ്പൊ മൂന്നാമത്തെ വശവും എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും അല്ലെ. അതായത് OP = OQ ആയിരിക്കും. എങ്ങനെയാണ്? ബൈ പൈതഗോറസ് തിയറം. പൈതഗോറസ് തത്വം വെച്ചിട്ട് OP = OQ ആയിരിക്കും. അപ്പൊ OP = OQ എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്രത്തിൽ നിന്നും തുല്യ കോടുകളിലേക്കുള്ള ദൂരം തുല്യമായിരിക്കും, തുല്യ ഞാണുകളിലേക്കുള്ള ദൂരം തുല്യമായിരിക്കും. അപ്പൊ എന്തെഴുതാം? therefore equal chords are equidistant from the center. തുല്യ ഞാണുകൾ കേന്ദ്രത്തിൽ നിന്നും തുല്യ അകലത്തിലായിരിക്കും. ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ചിത്രത്തിൽ വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ അറ്റത്ത് നിന്ന് ഒരേ നീളമുള്ള രണ്ട് ഞാണുകൾ വരച്ചിരിക്കുന്നു. ഞാണുകൾ വ്യാസവുമായി ഉണ്ടാക്കുന്ന കോണുകൾ തുല്യമാണെന്ന് തെളിയിക്കുക. അതായത് ഡയമീറ്റർ വരച്ചിട്ടുണ്ട്. ഡയമീറ്ററിന്റെ ഒരു എൻ പോയിന്റിൽ നിന്ന് രണ്ട് കോഡ്സ് വരച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന രണ്ട് ആംഗിൾസ്. ഈ രണ്ട് ആംഗിൾസ് സെയിം ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെയും നമുക്ക് ട്രയാംഗിൾസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് സെന്റർ O എന്ന് മാർക്ക് ചെയ്യുന്നു, പിന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് കോഡിലേക്ക് വരയ്ക്കുന്ന ലെങ്ത് അതിനെ ബൈസെക്ട് ചെയ്യും. ഇവിടെ ഞാൻ രണ്ട് പെർപെൻഡിക്കുലേഴ്സ് വരച്ചിട്ടുണ്ട്. ഇപ്പൊ കോഡ്സിന് ഞാൻ പേര് കൊടുക്കുകയാണ്. ഞാൻ AB എന്നും ഞാൻ BC എന്നും പേര് കൊടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, ഇത് രണ്ടും. ഇപ്പോൾ സെന്ററിന് O എന്നും മാർക്ക് ചെയ്തു, ഈ പോയിന്റിന് P എന്നും ഈ പോയിന്റിന് Q എന്നും മാർക്ക് ചെയ്തു. നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? കഴിഞ്ഞ രണ്ട് പ്രൂഫ് നമ്മൾ പഠിച്ചു അല്ലെ. ഈ രണ്ട് കോഡ്സും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ABയും BCയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഹാഫ് ഓഫ് ABയും ഹാഫ് ഓഫ് BCയും ഈക്വൽ ആയിരിക്കും, അതിന്റെ പകുതി അല്ലെ. ഹാഫ് ഓഫ് BC എന്ന് പറയുന്ന ഹാഫ് ഓഫ് AB എന്ന് പറയുന്ന PB ആണ്, ഹാഫ് ഓഫ് BC എന്ന് പറയുന്ന QB ആണ്. അപ്പൊ അത് രണ്ട് ഈക്വൽ ആയാലും ഈ രണ്ട് ട്രയാങ്കിളിലെ അല്ലെ, ഈ രണ്ട് ട്രയാങ്കിളിലെ രണ്ട് സൈഡുകളാണ് PBയും QBയും. ഇനി നമുക്കറിയാവുന്ന എന്താണ്? സെന്ററിൽ നിന്നും ഈക്വൽ ആയിട്ട് വരുന്ന കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. കേന്ദ്രത്തിൽ നിന്നും തുല്യ ഞാണുകളിലേക്കുള്ള അകലം തുല്യമായിരിക്കും. അപ്പൊ എന്താണ്? OP = OQ എന്ന് എഴുതാമല്ലോ. ഈക്വൽ കോഡ്സ് ആർ ഈക്വിഡിസ്റ്റന്റ് ഫ്രം ദ സെന്റർ. തുല്യ ഞാണുകൾ കേന്ദ്രത്തിൽ നിന്നും തുല്യ അകലത്തിലായിരിക്കും. അപ്പൊ OP = OQ ആയല്ലോ. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ആദ്യത്തെ വശം PB BQനോട് തുല്യമാണ്,
രണ്ടാമത്തെ വശം ഒ പി ഒ ക്യൂവിനോട് തുല്യമാണ്. ഇനി മൂന്നാമത്തെ വശം ഒ ബി രണ്ടു പേർക്കും കോമൺ അല്ലേ? ഒ ബി ഈക്വൽ ടു ഒ ബി എന്ന് പറയാമല്ലോ, രണ്ടു പേർക്കും തുല്യമായിട്ട് വരുന്നത് അല്ലെ? ഈക്വൽ സൈഡ്സ് കോമൺ ആണ്. മാത്രവുമല്ല ഈ ആംഗിളുകൾ പെർപെൻഡിക്കുലർ ആണല്ലോ. ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു 90 ഡിഗ്രി ആണ് അല്ലെ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായപ്പോൾ എന്താണ് അവിടെ വന്നിരിക്കുന്ന വേറെ പെയറുകളുണ്ടല്ലോ, വേറെ ജോഡികളുണ്ടല്ലോ. അതായത് ഈ കോണും തുല്യമാണ്, അതേപോലെ ഈ കോണും തുല്യമാണ്. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത് ഈ ഇവിടെ ഉണ്ടാക്കുന്ന രണ്ട് കോണുകൾ തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. അതായത് വ്യാസത്തിന്റെ ഒരറ്റത്ത് നിന്നും ഞാണുകൾ തമ്മിലുള്ള അകലം അല്ലെ, ആ കോണുകൾ തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. അപ്പൊ എന്തെഴുതാം? therefore ആംഗിൾ പി ബി ഒ ഈക്വൽ ടു ആംഗിൾ ക്യൂ ബി ഒ എന്ന് എഴുതാമല്ലോ. അതായത് ആംഗിൾസ് ബിറ്റ്വീൻ ഡയമീറ്റർ ആൻഡ് ഈക്വൽ കോഡ്സ് ആർ ഈക്വൽ. ഇനി മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: ചിത്രത്തിൽ വൃത്തത്തിലെ ഒരേ നീളമുള്ള രണ്ട് ഞാണുകൾ നീട്ടി വരച്ചത് ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവും വൃത്തകേന്ദ്രവും യോജിപ്പിക്കുന്ന വരയുമായി ഒരേ കോണുകളാണ് ഈ വരകൾ ഉണ്ടാക്കുന്നത് എന്ന് തെളിയിക്കണം. അതായത് ഇവിടെ ഈക്വൽ കോഡ്സ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ നിന്ന് വരയ്ക്കുന്നതുമായിട്ടാണ് മീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ റെഡ് ലൈൻ ഗ്രീൻ ലൈൻസുമായിട്ട് ഒരേ ആംഗിൾ ആണ് ഉണ്ടാക്കുന്നതെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ മുകളിലത്തെ ആംഗിളും ഈ താഴത്തെ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെയും അതിനുവേണ്ടി നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് വരയ്ക്കുകയാണ്. ട്രയാങ്കിൾസ് വരയ്ക്കുമ്പോൾ എവിടെ നിന്നാണ് വരയ്ക്കേണ്ടത്? സെൻട്രൽ നിന്നാണ്. സെൻട്രൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുകയാണ്. അപ്പൊ ആ പോയിന്റ്സിന് പി എന്നും ക്യൂ എന്നും എടുത്തു, ഈ പോയിന്റിന് ആർ എന്നും എടുത്തു. അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ 90 ഡിഗ്രി ഉണ്ടാവും അല്ലെ? ഒ പി ഈക്വൽ ടു ഒ ക്യൂ ആണ് നമുക്കറിയാം. കാരണം എന്താണ്? ഈക്വൽ കോഡ്സ് ആണ് അല്ലെ? കോഡ്സ് ആർ ഈക്വൽ. കോഡ്സ് ഈക്വൽ ആകുമ്പം അതിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. ഒ പി ഈക്വൽ ടു ഒ ക്യൂ എന്ന് എഴുതാം. ഇനി നമുക്കറിയാവുന്ന എന്താണ്? ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു 90 ഡിഗ്രി ആണല്ലോ അല്ലെ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പിന്നെ നമുക്കറിയാവുന്നത് ഒ ആർ കോമൺ അല്ലേ? ഒ ആർ ഈക്വൽ ടു ഒ ആർ കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് രണ്ട് ട്രയാങ്കിളിനും. അപ്പോൾ അതിനകത്ത് ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ പെയറാണ് ഒ പിയും ഒ ക്യൂവും, രണ്ടാമത്തെ പെയർ ഒ ആർ ഈക്വൽ ടു ആർ. അപ്പോൾ പൈതഗോറസ് തത്വം വെച്ചിട്ട് മൂന്നാമത്തെ പെയർ, അതായത് ഗ്രീൻ കളറിൽ കിടക്കുന്ന രണ്ട് ലൈൻസ് ഈക്വൽ ആയിരിക്കുകയല്ലേ? therefore പി ആർ ഈക്വൽ ടു ക്യൂ ആർ ബൈ പൈതഗോറസ് തിയറം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആയല്ലോ. അതായത് ട്രയാങ്കിൾ ആർ പി ഒയും ട്രയാങ്കിൾ ആർ ക്യൂ ഒയും ഈക്വൽ ആയി അല്ലെ? അപ്പോൾ ബാക്കിയുള്ള പെയേഴ്സും ഈക്വൽ ആയി വന്നോളൂല്ലോ. അതായത് ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ അവയുടെ പേരെന്താ? ആംഗിൾ പി ആർ ഒ ഈക്വൽ ടു ആംഗിൾ ക്യൂ ആർ ഒ. അപ്പൊ എന്തെഴുതാം? ഞാണുകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവും വൃത്തകേന്ദ്രവും യോജിപ്പിക്കുന്ന വരയുമായി ഒരേ കോണുകളാണ് ഈ വരകൾ ഉണ്ടാക്കുന്നത് എന്നെഴുതാവല്ലോ. 3 ചോദ്യങ്ങൾ മനസ്സിലായല്ലോ. 3 ചോദ്യങ്ങൾ എഴുതി പഠിക്കുക.